മോചിപ്പിച്ചിട്ടുണ്ട്. ഉള്ള സമ്പാദ്യമെല്ലാം സ്ത്രീകളും ദുർബലരുമായ ഈ അടിമകളുടെ മോചനത്തിന് ചെലവഴിക്കുന്നത് കണ്ട് അന്ന് വിശ്വസിയല്ലാത്ത പിതാവ് ചോദിച്ചു, മോനെ, ഈ ദുർബലരെ സ്വതന്ത്രരാക്കിയിട്ട് എന്ത് കിട്ടാനാണ്? തടിമിടുക്കുള്ളവരെ മോചിപ്പിച്ചിരുന്നെങ്കിൽ എതിരാളികളിൽ നിന്ന് നിനക്കവരൊരു തുണയായേനെ. അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അല്ലയോ ഉപ്പ, അള്ളാഹുവിന്റെ പക്കലുള്ളത് മതി എനിക്ക്. ബിലാൽ, ആമിർ ഇബ്നു ഫുഹൈറ, സന്നീറ, നഹ്ദിയ, അവരുടെ മകൾ ബനു നുഅമ്മിലുകാരുടെ ഭൃത്യ ഉമ്മു ഉബൈസ് റളിയല്ലാഹു അൻഹും എന്നിവരെയാണ് ശത്രുക്കളുടെ മർദ്ദനമുറകളിൽ നിന്ന് കനത്ത വില കൊടുത്ത് മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു അബൂബക്കർ തങ്ങൾ. ഈ ബന്ധം അവസാനം വരെ നിലനിൽക്കുകയും ചെയ്തു. അബൂബക്കർ തങ്ങളുടെ മകൾ ആയിഷ ബീവിയെ നബി തങ്ങൾ വിവാഹം കഴിക്കുകയുണ്ടായി. നബി തങ്ങളുടെ അഭാവത്തിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു അഥവാ ഹിജ്റ പോയപ്പോൾ സഹയാത്രികനായി അബൂബക്കർ തങ്ങളും കൂടെയുണ്ടായിരുന്നു. ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണിന്ന് വ്രതമെടുത്തവർ, നോമ്പെടുത്തവർ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ എടുത്തിട്ടില്ല നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ നബിയെ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? ചോദ്യം തുടരുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മറ്റു സ്വഹാബികളും പറഞ്ഞു, ഇല്ല നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖപ്രസന്നനായിരിക്കുകയാണ്. അതേ നബിയെ, ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് സുഖമില്ലെന്നറിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിരുന്നു. ദരിദ്രന് ഭക്ഷണം നൽകി സഹായിച്ചവർ ആരാണെന്ന് ആർദ്രതയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാചാലനായി, അല്ലയോ നബിയെ, ഞാൻ നിസ്കരിച്ച് പള്ളിയിൽ ഇരിക്കുമ്പോൾ വിശക്കുന്ന ഒരു മിസ്കീനെ കാണാനിടയായി. എന്റെ പക്കൽ ഒന്നുമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്റെ മകൻ അബ്ദുറഹ്മാന്റെ അടുത്ത് നിന്ന് വല്ലതും സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു റൊട്ടി കഷ്ണമാണ് കിട്ടിയത്. അത് ആ ദരിദ്രന് നൽകി. അബൂബക്കർ തങ്ങളുടെ വാക്കുകളിൽ ആത്മാർത്ഥത നിഴലിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരമിടറി. അവിടുന്ന് പറഞ്ഞു, ഈ സദ്ഗുണങ്ങൾ ഒരാളിൽ ഒത്തുചേർന്നാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചതു തന്നെ. ഇത് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇസ്ലാമിക പ്രബോധന കാലഘട്ടത്തിലെ ആദ്യ 3 വർഷം മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസം രഹസ്യമാക്കി വെക്കുകയായിരുന്നു. പ്രാർത്ഥനകളും അപ്രകാരം തന്നെയായിരുന്നു. എന്നാൽ AD 613 പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് പരസ്യമായി ക്ഷണിക്കാൻ തീരുമാനിച്ചു. പ്രവാചകരോട് വിശ്വാസം പുലർത്തുന്നുവെന്ന പ്രഖ്യാപനം നടത്തുന്നതിനായി വിളിച്ചു ചേർത്ത ആദ്യ പൊതുയോഗത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രോഷാകുലനായ ഒരു ഖുറൈശി യുവാവ് അബൂബക്കർ തങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും അദ്ദേഹം ബോധരഹിതനാവുന്നതുവരെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് അബൂബക്കർ തങ്ങളുടെ മാതാവും ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. നിരവധി തവണ അബൂബക്കർ തങ്ങൾ ഖുറൈശികളുടെ പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിതാവ് അബൂ ഖുഹാഫയെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. വൃദ്ധ പിതാവിനെ കണ്ട മാത്രയിൽ നബി തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ വീട്ടിലിരുത്തിയാൽ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അബൂബക്കറെ. അല്ല, ഇദ്ദേഹം അങ്ങയുടെ ചാരത്തേക്ക് വരേണ്ടയാളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്രകാരമാണ് മറുപടി നൽകിയത്. തിരുദൂതർ വീണ്ടും പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മകൻ നൽകുന്ന ദാനധർമ്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് പിതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ വന്നത് ഇപ്രകാരമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്ക് ആര് ഉപകാരം ചെയ്താലും നാം പ്രത്യുപകാരം ചെയ്യാറുണ്ട്. പക്ഷേ അബൂബക്കർ നൽകുന്ന ഉപകാരങ്ങൾക്ക് നാം നൽകിയാലാവില്ല. അതിന് അല്ലാഹു തആല തന്നെ പരലോകത്ത് പ്രതിഫലം നൽകുന്നതാണ്. അതാണ് വലിയ പ്രത്യുപകാരം. മക്ക ജീവിതത്തിൽ അബൂബക്കർ തങ്ങൾ തന്റെ സമ്പത്ത് നിർലോഭം വിനിയോഗം ചെയ്തിരുന്നു. തബൂക്ക് യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്ന സമയം സ്വഹാബികൾ ഓരോരുത്തരായി സംഭാവനകൾ കൊണ്ടുവന്നു തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സംഭാവന നൽകി. ഇനിയും എന്താണ് വീട്ടിലുള്ളത് നബി തങ്ങൾ ചോദിച്ചു. അള്ളാഹുവും അവന്റെ റസൂലും എന്നായിരുന്നു അബൂബക്കർ തങ്ങളുടെ മറുപടി. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ആ ധന്യ ജീവിതത്തിലുടനീളം കാണാൻ കഴിയും. ഒരു ചില്ലിക്കാശിന്റെ നീക്കിയിരിപ്പില്ലാതെ പരലോകം പോകിയ ഖലീഫയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
ഇസ്ലാം പുൽകിയതിന്റെ പേരിൽ അടിമകൾ മുതലാളിമാരുടെ കിരാതമർദ്ദനങ്ങൾക്കിരയായി. പീഡന പർവം അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഉടമകൾക്ക് ആവശ്യമായ പണം കൊടുത്ത് ഇവരെ മോചിപ്പിക്കുന്നതിന് നന്മമരമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം അവരനുഭവിക്കുകയാണ്. ദുരിതങ്ങളിൽ ഞെരിഞ്ഞമർന്ന അവർക്ക് ആശയും ആവേശവും ആദർശവും നൽകി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവളെ വളർത്തിക്കൊണ്ടുവന്നു. ബിലാല് തങ്ങൾ, ആമിർ തങ്ങൾ, സിന്നീറ, നഹ്ദിയ റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രമാണ്. ദാനധർമ്മ സ്വാന്തന അവസരങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എനിക്ക് അദ്ദേഹത്തെ മറികടക്കാൻ കഴിയുന്നില്ല, എന്നെങ്കിലും ഒരവസരമൊത്താൽ അന്ന് തനിക്ക് ഒന്നാം സ്ഥാനത്തെത്തണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സാ ശപഥം ചെയ്യുകയാണ്. ആ ഇടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭ്യർത്ഥന വന്നത്. എന്റെ കയ്യിൽ അപ്പോൾ കുറച്ച് പണമുണ്ടായിരുന്നു. അതിന്റെ നേർപാതിയുമായി ഞാൻ പ്രവാചക സന്നിധിയിലെത്തി സമർപ്പിക്കുകയാണ്. എന്റെ പിന്നാലെ അതാ വരുന്നു അബൂബക്കർ തങ്ങള്. അദ്ദേഹത്തിന്റെ വകയും സഭയിൽ അർപ്പിച്ചു. അല്ലയോ ഉമർ, താങ്കൾ തന്നത് കഴിച്ചാൽ കയ്യിൽ വല്ലതും ശേഷിപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉമർ തങ്ങൾ പറഞ്ഞു, ഉണ്ട് നബിയെ, ഈ കൊണ്ടുവന്ന അത്ര കണ്ട് എന്റെ അടുത്തുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ ചോദ്യം അബൂബക്കർ തങ്ങളോട് ചോദിക്കുകയാണ്, താങ്കളുടെ പക്കൽ വല്ലതും ബാക്കിയുണ്ടോ? അവിടുന്ന് മറുപടി പറഞ്ഞു, ഒന്നുമില്ല റസൂലേ, അള്ളാഹുവും തിരുനബിയും മാത്രമാണ് എന്റെ കുടുംബത്തിന് ശേഷിപ്പായിട്ടുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തുഷ്ടനായി അപ്രകാരം പറയുകയാണ്. ഇന്നും താൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത അവസരത്തിനായി നിരാശനായി മാറുകയാണ്. ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നാം കേട്ടത്. ക്രിസ്താബ്ദം 617 ബനു ഹാഷിം കുടുംബത്തിനെതിരെ ഖുറൈശികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബനു ഹാഷിമിൽ പെടുന്ന അദ്ദേഹത്തിന്റെ അനുയായികളും മക്കയിൽ നിന്ന് ബഹിഷ്കൃതരായി. ബനു ഹാഷിം വിഭാഗവുമായുള്ള എല്ലാ സാമൂഹിക ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയും അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ പോലെ ആവുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ധാരാളം മുസ്ലിങ്ങൾ അബ്സീനായിലേക്ക്, ഇന്നത്തെ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു. അസ്വസ്ഥനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യമനിലേക്കും അവിടുന്ന് അബ്സീനായിലേക്കും പോയി. മക്കയ്ക്ക് പുറത്തുള്ള ഇബ്നു ദുഗ്ന എന്ന തന്റെ സുഹൃത്തിനെ അബൂബക്കർ തങ്ങൾ കണ്ടു. ഖുറൈശികൾക്കെതിരെ ഇബ്നു ദുഗ്നയുടെ സഹായം തേടിയ അബൂബക്കർ തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ ഖുറൈശികളുടെ സമ്മർദ്ദം കാരണം ഇബ്നു ദുഗ്ന അബൂബക്കർക്ക് തങ്ങൾക്ക് നൽകി വന്ന സംരക്ഷണം പിൻവലിക്കാൻ നിർബന്ധിതനായി. ഒരിക്കൽ കൂടി ഖുറൈശികൾക്ക് അബൂബക്കർ തങ്ങളെ മർദ്ദിക്കാനും പീഡിപ്പിക്കാനും സ്വാതന്ത്ര്യം ലഭിച്ചു. AD 620 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് രാപ്രയാണം സംഭവത്തെ ആദ്യമായി വിശ്വസിക്കുന്ന വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സത്യസന്ധൻ, നേരായവൻ എന്നീ അർത്ഥങ്ങൾ വരുന്ന സിദ്ദീഖ് എന്ന നാമം പ്രവാചകന്റെ രാപ്രയാണത്തിൽ യാതൊരു സംശയവും പ്രകടിപ്പിക്കാതെ വിശ്വസിച്ചത് കൊണ്ട് നൽകപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. റോമൻ പേർഷ്യൻ യുദ്ധകാലഘട്ടത്തിൽ മക്കയിലെ ഖുറൈശികൾ അഗ്നിയാരാധകരായ പേർഷ്യക്കാരോടായിരുന്നു അനുഭാവം പ്രകടിപ്പിച്ചത്. എന്നാൽ മുസ്ലിങ്ങൾ തങ്ങളുടെ അനുഭാവം കാട്ടിയത് അബ്രഹാമിക് ദൈവത്തിൽ വിശ്വസിക്കുന്ന വേദക്കാരായ ക്രിസ്ത്യാനികൾ അഥവാ ബൈസന്റൈൻ പക്ഷത്തോടായിരുന്നു. അവസാനം പേർഷ്യക്കാർ ബൈസന്റൈനെതിരെ വിജയം വരിച്ചു. അതിനുശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂം എന്ന അധ്യായത്തിന്റെ ഭാഗമായി ഇറങ്ങിയ വചനങ്ങളിലൂടെ ബൈസന്റൈൻ അഥവാ റോമക്കാരുടെ വിജയം പ്രവചിക്കുകയുണ്ടായി. റോമക്കാർ തങ്ങളുടെ നഷ്ടം വീണ്ടെടുക്കുമെന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പേർഷ്യക്കാർ പരാജയം ഏറ്റുവാങ്ങുമെന്നുമായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ ആ പ്രവചനം. ഈ വിഷയത്തിൽ ഉബയ്യ് ഇബ്നു ഖൽഫുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പന്തയം വെക്കുകയും പന്തയം നഷ്ടപ്പെടുന്ന ആൾ 100 ഒട്ടകം നൽകണമെന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് പന്തയത്തിന് ഇസ്ലാമിൽ നിരോധനം വരുന്നതിന്റെ മുമ്പാണ്. അങ്ങനെ AD 627 പേർഷ്യക്കാർക്കെതിരെ റോമിന്റെ നിർണായകമായ വിജയത്തോടെ അബൂബക്കർ തങ്ങൾ പന്തയ ജേതാവായി പ്രഖ്യാപിക്കപ്പെട്ടു. ഉബയ്യ് ഇബ്നു ഖൽഫ് അപ്പോൾ ജീവിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ കരാറ് മാനിച്ചുകൊണ്ട് അബൂബക്കർ തങ്ങൾക്ക് 100 ഒട്ടകങ്ങളെ നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ 100 ഒട്ടകങ്ങളും ദാനം ചെയ്യുകയാണുണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 വിവാഹം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന് മുമ്പ് ഖുത്തൈല, ഉമ്മുറുമാൻ എന്നിവരെ, ആദ്യ ഭാര്യയിൽ അബ്ദുള്ള, അസ്മാ എന്നിവരും, രണ്ടാം ഭാര്യയിൽ
താരിഖ്, അബ്ദുറഹ്മാൻ, ആയിഷ റളിയല്ലാഹു അൻഹുമ എന്നീ സന്താനങ്ങളും പിറന്നു. ഇസ്ലാമിന് ശേഷം അസ്മാ ബിൻത് ഉമൈസ്, ഹബീബ ബിൻത് ഖാരിജ എന്നിവരെയും നിക്കാഹ് ചെയ്തു. അസ്മായിൽ മുഹമ്മദും ഹബീബയിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും ജനിക്കുകയാണ്.